ശാലോം ടി വിയുടെ ഹൃദയ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ഏവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ പല കാര്യങ്ങളും വാദിക്കുന്നു, സംസാരിക്കുന്നു. അവർക്കിടയിൽ ഈശോ അവരുടെ കൂടെ സഹയാത്രികനായി ചേരുകയാണ്. പക്ഷേ ഈശോയെ കാണാൻ അവർക്ക് സാധിച്ചില്ല. ഒടുവിൽ ഈശോ തിരുലിഖിതങ്ങൾ വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. ഒടുവിൽ അപ്പം എടുത്ത് മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഹൃദയ സംവാദം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളും പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിക്കാനും കണ്ണുകൾ തുറക്കാനും ഈശോയുടെ കരങ്ങളിലെ മനോഹരമായ ഒരു ഉപകരണമായി നമ്മുടെ അരികിലുള്ളത് പള്ളോട്ടയ്യൻ കോൺഗ്രിഗേഷൻ്റെ റെക്ടർ ജനറൽ, ആദ്യത്തെ റെക്ടർ ജനറൽ ജേക്കബ് നമ്പൂടാകത്തച്ഛനാണ്. ബഹുമാനോട് അച്ഛ, ഹൃദയപൂർവ്വം ഹൃദയ സംവാദം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ റെക്ടർ ജനറലാണ് ജേക്കബ് അച്ഛൻ. ഇപ്പോൾ 2ാമത്തെ ടേമിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അന്താരാഷ്ട്ര ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ പള്ളോട്ടയ്യൻ കോൺഗ്രിഗേഷൻ്റെ റെക്ടർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ, ഇപ്പോൾ 2ാം വട്ടവും എലക്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, ആ ശുശ്രൂഷ തുടരുമ്പോൾ എങ്ങനെയാണ് ജേക്കബ് അച്ഛൻ ആ ഒരു ശുശ്രൂഷയെ സ്വീകരിക്കുന്നത് എന്ന് പറയാമോ? 2010 ആദ്യമായിട്ട് റെക്ടർ ജനറലായിട്ട് വന്നത്. പിന്നെ 2016 റീഇലക്റ്റഡായി. 2 വർഷം കഴിഞ്ഞു. ഒരു വലിയ സംഭവമാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ സഭയിലും. ഇതുവരെയായിട്ടും യൂറോപ്യൻ റെക്ടർ ജനറൽസാണ് ഞാൻ കൊണ്ടായിരുന്നത്. ആദ്യമായിട്ട് യൂറോപ്പിന് പുറത്തായിട്ട് ഒരാൾ ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രത്യേക കഴിവുണ്ടെന്നോ ഞാൻ പറയുന്നില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ദാനമായിട്ട് ഞാൻ കരുതുന്നു. ദൈവാനുഗ്രഹത്താൽ ഇതുവരായിട്ടും എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. പള്ളോട്ടയ്യൻ കോൺഗ്രിഗേഷനെ കുറിച്ച് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ കോൺഗ്രിഗേഷനെ കുറിച്ച് ജനറലായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ ശാലോം ടി വി പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് എത്ര ഭൂഖണ്ഡങ്ങളിൽ, എത്ര രാജ്യങ്ങളിൽ, എത്ര ഭാഷകളിൽ വൈദികർ, ബ്രദേഴ്സ്, സന്യസ്തർ, എങ്ങനെയാണ് ഈ സഭ ഇങ്ങനെ വിന്യസിച്ച് കിടക്കുന്നത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പള്ളോട്ടൻ സഭ സ്ഥാപിച്ചത് സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി എന്നൊരു പുണ്യാളാണ്. അദ്ദേഹം 1795 റോമിൽ ഈ ഹൗസിൻ്റെ വളരെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ജനിച്ചു. ഒരു ഡയസിഷ്യൻ പ്രീസ്റ്റായിരുന്നു. റോമിലെ ഒരു ഡയസിഷ്യൻ പ്രീസ്റ്റ്. 1835 സഭ സ്ഥാപിക്കുന്നത്. അപ്പം ആ സമയത്ത് ലോകത്തിലും തിരുസഭയിലും വളരെ വിഷമമുള്ള ഒരു സമയമായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞിട്ട് സഭയ്ക്കെതിരായിട്ടും വൈദികർക്കെതിരായിട്ടും എല്ലാം വളരെ മോശമായിട്ട് സിറ്റുവേഷനായിരുന്നു. അപ്പോൾ ഈ തിരുസഭ നവീകരിക്കണമെങ്കിൽ വിൻസെൻ്റ് പള്ളോട്ടി മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്: എല്ലാവരും ഒരു അപ്പോസ്തലനാണ്. മെത്രാന്മാരും അച്ഛന്മാരും മാത്രമല്ല, മാമോദീസ സ്വീകരിച്ച എല്ലാ വ്യക്തികളും പ്രേക്ഷിതരാണ്. അപ്പം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാഴ്ചപ്പാട്. ആദ്യത്തെ ഗ്രൂപ്പിൽ തന്നെ അച്ഛന്മാരുണ്ടായിരുന്നു, ആൽമയരുണ്ടായിരുന്നു, എല്ലാവരും കൂടി. അപ്പം അതായിരുന്നു പള്ളോട്ടിയുടെ വിഷൻ. എ ചർച്ച് ഓഫ് കമ്മ്യൂണിയൻ. വൈദികരും സന്യാസരും ആൽമേരും എല്ലാവരും ഒരുമിച്ച് കൂടി സഭയുടെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പം അങ്ങനെ തുടങ്ങിയ സഭ ആദ്യം കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജർമ്മനി, ഇംഗ്ലണ്ട് ഒക്കെയിലേക്ക് പടർന്നു. ഇന്ന് ഞങ്ങളുടെ സഭ 56 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. 2400 പ്രീസ്റ്റ് ആൻഡ് ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ സെമിനാരീസ് ഉണ്ട്. പിന്നെ പള്ളോട്ടിയുടെ കാഴ്ചപ്പാടിൽ ഒരു വളരെ വ്യാപകമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് യൂണിയൻ ഓഫ് കാത്തലിക് അപ്പോസ്റ്റലേറ്റ്. പള്ളോട്ടൻ ഫാമിലി എന്ന് പറയാം. അവിടെ സിസ്റ്റേഴ്സുണ്ട്, ആൽമയറുണ്ട്, ഞങ്ങളുണ്ട്. എല്ലാവരും കൂടി സഭയെ വളർത്തണം. അപ്പോൾ അതൊരു റിവൈവൽ ഓഫ് ഫെയ്ത്ത്, എ റീകിൻഡിലിംഗ് ഓഫ് ചാരിറ്റി. അതാണ് ഇപ്പോൾ വിൻസെൻ്റ് പള്ളോട്ടിയുടെ പ്രൊഫറ്റിക് വിഷൻ.
അച്ഛൻ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ റൂമിലിരുന്ന് ഇവിടെ ഇങ്ങനെ അച്ഛൻ്റെ ഓഫീസിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ജീവിച്ച് മരിച്ച സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ശാലോം ടി വി പ്രേക്ഷകർക്കെല്ലാം വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ മാധ്യസ്ഥ ശക്തി അനുഭവിക്കാൻ സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ ഈ വിൻസെൻ്റ് പള്ളോട്ടി സഭയുടെ ഒരു പ്രത്യേക ഒരു ക്രൂഷ്യൽ സമയത്താണ് ഈ ഒരു മിഷനുമായിട്ട് ഇറങ്ങാൻ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ ഒരു റെക്ടർ ജനറലായിട്ട് ഈ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഈ സഭയ്ക്ക് എന്തൊരു മുഖം, ഏതൊരു മിനിസ്ട്രിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ഏറ്റവും കൂടുതൽ അച്ഛനെ പ്രേരിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്ന് പറയാമോ? ഞാൻ ജനറലായിട്ട് ആയിക്കഴിഞ്ഞിട്ട് ഉടനെ വത്തിക്കാൻ റേഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സഭ എന്ന് വിവരിക്കലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഏറ്റവും വലിയ കാര്യം നമ്മൾ സുവിശേഷത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ്. സുവിശേഷം അനുസരിച്ചുള്ള ജീവിതം. അപ്പോൾ നമ്മുടെ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, ഈ ഈശോ എന്ന് പറയുന്നത് നമ്മളൊരു തിയോളജിക്കൽ കോൺസെപ്റ്റല്ല, മാത്രമല്ല ഒരു മിത്തോളജി അല്ല, ദ പേഴ്സൺ ഓഫ് ജീസസ്, എൻകൗണ്ടർ ചെയ്യുന്നു. അപ്പം ആ യേശു ക്രിസ്തുവിനെ നമ്മൾ സുവിശേഷത്തിൽ എത്തണം, ആ സുവിശേഷം അനുസരിച്ച് ജീവിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. അതായിരുന്നു ഞങ്ങളുടെ ഫൗണ്ടറും പറഞ്ഞത്, ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് അവർ സൊസൈറ്റി ഷുഡ് ബി ദ ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ മിഷൻ, ദൈവജനം അവിടെ ഉണ്ടോ അവർ ലിസൺ ടു ദ ക്രൈ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ആളുകളുടെ ആവശ്യമനുസരിച്ച് നമ്മൾ ലോകത്തിലെവിടെയാണെങ്കിലും പ്രവർത്തിക്കാൻ സന്നദ്ധമാണ്. പക്ഷേ ഏറ്റവും വലിയ കാര്യം സുവിശേഷം ആസ്പദമായിട്ടുള്ള ജീവിതം. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതം അവസാന കാലഘട്ടം പ്രത്യേകിച്ചുണ്ടായ സ്ഥലത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സവിശേഷ കാര്യങ്ങളുണ്ടെന്ന് അച്ഛനൊന്ന് പറയാമോ? ഈ ഹൗസ് ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ പള്ളോട്ടൻ ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൗസാണ്. കാരണം ഇവിടെയാണ് ഈ വിൻസെൻ്റ് ജീവിച്ചതും മരിച്ചതും. ഇതിനു മുമ്പ് വേറൊരു ചർച്ചിലായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പം തൊട്ട് ഇവിടെ താഴെ ഒരു മുറിയുണ്ട്. ആ മുറി അന്നത്തെ പോലെ ഇന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബേസൊക്കെ വിൻസെൻ്റ് മരിച്ച ബേട്ട് 1850 ജാനുവരി 22-ാം തീയതിയാണ് വിൻസെൻ്റ് പള്ളോട്ടി മരിച്ചത്. അപ്പോൾ പള്ളോട്ടിയുടെ മുറി അതൊരു വലിയ കാര്യമാണ്. അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ വിൻസെൻ്റ് പള്ളോട്ടി ഉപയോഗിച്ച ഉപകരണങ്ങളും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്, ഒരു മ്യൂസിയം. പിന്നെ ഏറ്റവും വലിയ കാര്യം വിൻസെൻ്റ് ശരീരമാണ്. ഈ പള്ളിയുടെ പേര് സെൻറ്റ് സാൽവത്തോറെ നോണ്ട, റെഡീമർ, ദ ചർച്ച് ഓഫ് ദ റെഡീമർ ഓൺ ദ വേവ്സ് എന്ന് പറഞ്ഞാൽ ടൈബർ നദി അടുത്തായിരുന്നു. പണ്ടൊക്കെ ഈ നദി വെള്ളം മുങ്ങുമായിരുന്നു. അന്ന് ഇന്ന് കാണുന്ന ഈ വാൾസ് ഇല്ലായിരുന്നു. മുസോളിനിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പം നദിയിൽ നിന്നുള്ള വെള്ളം ഈ പള്ളി കയറുമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പേര് ഒന്ത, വേവ്സ് എന്ന് പറഞ്ഞത്. അവിടെ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ശരീരം ഇൻകറപ്റ്റായിട്ട് ഇന്നും ഇരിക്കുന്നു, അൾത്താരയുടെ അടിയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും വലിയ കാര്യമില്ല. അവിടെ കുർബാന ചെല്ലുക, അൾത്താറില്ല. മാത്രമല്ല റെക്ടർ എന്ന് പറഞ്ഞ പള്ളോട്ടിയുടെ പിൻഗാമി എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു വലിയ സ്ഥാനം ദൈവം തന്നു. പിന്നെ ആ പള്ളി തന്നെ വേറെ ഒരു ബ്ലസ്സഡ് വാഴ്ത്തപ്പെട്ട ഒരു ആളും കൂടിയുണ്ട്. പേര് എലിസബത്ത് എന്ന, 2016 ബിയാറ്റിഫൈഡ് ആയിരുന്നു. സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടിയുടെ ഒരു സ്പിരിച്വൽ ഡോക്ടർ ആയിരുന്നു. സർദേഞ്ഞ എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീ, ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു.
7 മക്കളുണ്ടായിരുന്നു. ഇവിടെ ഓർമ്മ വന്നു, ഇങ്ങനെ തെരുവിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് വിൻസെൻ്റ് പള്ളോട്ടി കണ്ടു. സ്പിരിച്വൽ ഡയറക്ഷനായിട്ട് ഇന്നൊരു സെയിൻ്റാണ്, ഒരു വലിയ സെയിൻ്റാണ്. കാരണം ഒരു സാധാരണ അമ്മ, അതും ഹാൻഡിക്യാപ്റ്റ്, അതിനെ വാഴ്ത്തപ്പെട്ടതായിട്ട് അവിടെ എൻ്റെ സഹോദരിയുണ്ട്. പിന്നെ വിൻസെൻ്റ് പള്ളോട്ടി വളരെ ആഘോഷമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എപ്പിഫനി. ഒക്ടേവ് ഓഫ് എപ്പിഫനി. അതിനൊരു പ്രത്യേക ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. ഉണ്ണീശോയുടെ ഒരു വളരെ ഭംഗിയുള്ള ഒരു ഉണ്ണീശോ, അതും ആ പള്ളിയിൽ നമുക്ക് കാണാം. പിന്നെ ആദ്യമായിട്ട് വിൻസെൻ്റ് പള്ളോട്ടി അടക്കിയത് ആ പള്ളിയുടെ ആ വാളിലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ ഒരു ജനറലേറ്റാണ് ഞങ്ങളുടെ സഭയുടെ തലസ്ഥാനം എന്ന് പറയാം. ഇവിടെ ജനറൽ കൗൺസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പഠിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാരുണ്ട്, എല്ലാവരും കൂടെ 38 പേര്, 12 രാജ്യക്കാരുണ്ട്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. ഞാനിപ്പം ഇവിടെ 22 വർഷം ജീവിച്ചു. ഇനി 4 വർഷം കൂടെ ഉണ്ട്. എല്ലാം റോമിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് നമ്മൾ. അതുകൊണ്ട് ഒരു യഥാർത്ഥ തലസ്ഥാനം എന്ന് പറയാം. ഓക്കെ, തീർച്ചയായിട്ടും അച്ഛനെ ഇങ്ങനത്തെ ഒരു വലിയ, തീർച്ചയായിട്ടും വലിയ ഒരു ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ റെക്ടർ ജനറൽ എന്ന് പറയുന്നത്, ശാലോം ടി വി പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കോൺഗ്രിഗേഷൻ്റെ മുഴുവൻ ഹെഡാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ദൈവനിയോഗത്താൽ. ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ആളുകൾ കേൾക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ ദൈവവിളിയുമായി ബന്ധപ്പെട്ട് അച്ഛൻ വളർന്ന സാഹചര്യവും, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇടവകപ്പള്ളി, അന്നത്തെ ആത്മീയമായ രംഗങ്ങൾ, എങ്ങനെയല്ല അച്ഛനെ ഈ ഒരു ജേക്കബ് നമ്പൂടാകം അച്ഛനാക്കിയെന്നൊന്ന് പറയാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ ഘടകം നമ്മുടെ കുടുംബമാണ്. കേരളത്തെപ്പറ്റി പറയുമ്പോൾ, പ്രത്യേകമായിട്ട് പറയുമ്പോൾ, നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ ആഴമുള്ള വിശ്വാസം, ഇതൊക്കെയാണ് നമ്മുടെ ദൈവവിളിയുടെ ആസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വൈദികനാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ പോകണം, മിഷണറി ആണെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം SLC കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പള്ളോട്ടൻ സഭയെപ്പറ്റി പറഞ്ഞു. അങ്ങനെ പള്ളോട്ടൻ ചേർന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലപോലെ പഠിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും കഴിയുന്നിടത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യുമായിരുന്നു. സഭയെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് വന്നു. അങ്ങനെ ഈ ഇവിടം വരെ എത്തി. അപ്പം ഞാൻ എൻ്റെ ഇലക്ഷൻ കഴിഞ്ഞപ്പം പറഞ്ഞ പോലെ, ദി ഓൾമൈറ്റി ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ് ഫോർ മീ, ഹോളി ഹിസ് നെയിം. അത് കൂടുതൽ നമുക്ക് പറയാനൊന്നുമില്ല. അപ്പം ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എന്നും എൻ്റെ മുറിയിൽ അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. കാരണം 4-5 റോസറി ഒരു ദിവസം ചെല്ലുന്ന ആളായിരുന്നു, പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. നമ്മളൊക്കെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണന്മാരും സഹോദരന്മാരും നമ്മുടെ ഇടവപ്പള്ളിയും എല്ലാം അതിന് ഘടകമാണ്. പ്രിയമുള്ളവരെ, ഒരു വലിയ നിയോഗം ദൈവം ഏൽപ്പിക്കുമ്പോഴും അച്ഛന് പറയാനുള്ളത് അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. കാരണം ആ കുടുംബം, അപ്പനും അമ്മയും കുടുംബവും നൽകിയ ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ശരിക്കും അച്ഛനെ ഇത്രയും വലിയ ദൈവനിയോഗത്തിന് പ്രാപ്തനാക്കിയത്. അച്ഛന് പെട്ടെന്ന് ഇപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾ കൂടുതലും കുടുംബങ്ങളാണ് കേൾക്കുന്നതല്ലോ. അപ്പൻ്റെയോ അമ്മയുടെയോ ജീവിതത്തിൽ വളരെ പ്രാക്ടിക്കലായി അവർ ചെയ്തിരുന്ന ചില വളരെ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ, അമ്മ ഇങ്ങനെ ചെയ്തിരുന്നു. ഇപ്പം അച്ഛൻ പറഞ്ഞു 5 കൊന്ത വരെ ചെല്ലുമായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളോ അല്ലെങ്കിൽ അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നതുണ്ടോ? അച്ഛൻ ഒരുപാടിന് ശേഷം ഒരുപാട് ഡിഗ്രികൾ എടുത്തു, റോമിൽ വന്ന് പഠിച്ചു, സൈക്കോളജി പഠിച്ചു, ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോഴും അച്ഛൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ ഏറ്റവും ഫണ്ടമെൻ്റലായി നിൽക്കുന്നത് ഒരു പക്ഷേ അമ്മ പറഞ്ഞ ചില വാക്കുകളായിരിക്കാം, അപ്പൻ ചെയ്ത ചില പ്രവൃത്തികളായിരിക്കാം. എനിക്ക് തോന്നുന്നു ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി മാതാപിതാക്കളും കുടുംബമൊക്കെ അല്ലേ അച്ഛൻ. അപ്പം അങ്ങനെ ആ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിൽ അച്ഛൻ കണ്ട ചില കാര്യങ്ങൾ കേട്ടത് ഒന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? ഒരു വലിയ കാര്യം നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. എനിക്കൊന്ന് വൈകുന്നേരം 7-8 മണിയാകുമ്പോൾ നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും പലരും ഞങ്ങളൊക്കെ മുട്ട നീക്കണമായിരുന്നു.
റോസറി, പള്ളിയിൽ പോവുക, ക്രിസ്മസ് നൈറ്റ് മാസ് അല്ലെങ്കിൽ ഈസ്റ്റർ നൈറ്റ് മാസ്, ഇതൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ച് നോക്കുമ്പോഴോ, അല്ലെ രാവിലെ ഞാൻ ഏൽക്കുമ്പം കണ്ണു തുറക്കുമ്പോൾ അമ്മ കൊന്ത ചെല്ലുന്നതാണ് കാണുന്നത്. പിന്നെ വേറൊരു വലിയ ഘടകം, കുറച്ച് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ ഫാമിലി വലിയ ഫാമിലിയൊന്നും അല്ലായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന ഒരു പണി എന്ന് പറഞ്ഞാൽ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, മ്യൂസിക്. അപ്പം ചെറുപ്പം മുതലേ പള്ളികളിലൊക്കെ ബാൻഡ് മേളത്തിന് പോവും, അല്ല റബ്ബർ വെട്ടും. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ വളർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ന് മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ ലോകത്തിലെല്ലാം പല രാജ്യങ്ങളും പോകുമ്പോഴും ഈ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ അത് എന്നെ വളരെ ടച്ച് ചെയ്യാറുണ്ട്. ഒരു പക്ഷേ ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ദ സിറ്റുവേഷൻ ഓഫ് ദ ചിൽഡ്രൻ. കഴിഞ്ഞ കൊല്ലം ഡിസംബർ മാസം ഞാൻ ബൊളിവിയയിലായിരുന്നു. ക്രിസ്മസ് 25 തീയതി ഒരു സിറ്റിയിലേക്ക് നടക്കുമ്പോൾ ഒത്തിരി ആളുകളെ കണ്ടു, ഒത്തിരി പിള്ളേരും പാവപ്പെട്ട മനുഷ്യരും. അവിടെ ഫ്രാൻസിസ്കൻ അച്ഛന്മാർ എന്തോ ബിസ്ക്കറ്റോ മറ്റോ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടി അവിടെ മുഴുവനും പിള്ളേരാണ്, കുഞ്ഞു കുട്ടികളാണ്. ഒരു ബിസ്ക്കറ്റ് 2 മുട്ടായിക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെ ലോകത്തിൽ പലയിടത്തും പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ടച്ച് ആയിട്ടുള്ള ഇഷ്യൂ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഒരു വെബ്സൈറ്റ് തുടങ്ങി, വി ആർ എ മിഷൻ, ബി ഹോളി. എൻ്റെ മോട്ടോ മേക്ക് എ ചൈൽഡ് സ്മൈൽ അഗെയിൻ. ഒരു കുട്ടിയിലെ ആ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ കഴിയുന്നിടത്തോളമൊക്കെ ചെയ്യുന്നുണ്ട്. പല മിഷൻ തുറക്കുന്നുണ്ട്. ഒരു 10,000 കുട്ടികളെങ്കിലും, ഞാൻ മാത്രമല്ല, നമ്മുടെ സഭയിൽ അഡോപ്ഷൻ ബൈ ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ പോപ്പ് ഫ്രാൻസിസിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ദ മേഴ്സി, ദ കമ്പാഷൻ. അതില്ലെങ്കിൽ നമ്മളാരും ക്രിസ്ത്യനല്ലെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ അച്ഛൻ പറഞ്ഞതുപോലെ പോപ്പ് ഫ്രാൻസിസ് അച്ഛൻ ഒത്തിരി ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് പെരിഫറിയിൽ കിടക്കുന്ന ആളുകളുടെ ദുഃഖം, വിഷമമാണ് പോപ്പിനെ എപ്പോഴും അലട്ടുന്ന, പോപ്പിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും കയറി വരുന്നൊരു കാര്യം അതാണല്ലോ. അതിനോട് ചേർന്നാണോ അച്ഛൻ ഈ വി ആർ എ മിഷൻ? എനിക്ക് തോന്നുന്നു അത് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ അതിന് വലിയൊരു പ്രചാരവും അക്സെപ്റ്റൻസും കിട്ടി. ഒത്തിരി യുവജനങ്ങൾ അതിൽ അംഗങ്ങളാണെന്ന് അറിഞ്ഞു. അച്ഛൻ അതൊന്ന് പറയാം, ഇപ്പോൾ ഫ്രാൻസിസുമായി കണക്ട് ചെയ്ത് ഈ കാര്യം ഒന്ന്, അച്ഛനുണ്ടായ ഒരു ഡ്രീം. ഞാൻ പോപ്പ് ഫ്രാൻസിനെ ആദ്യം കാണുന്നത് പോപ്പായിട്ടല്ല, കാർഡിനലായിട്ട് അർജൻറ്റീന വെച്ച് 2011 കണ്ടു. അന്ന് സംസാരിക്കാൻ സാധിച്ചോ? കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് പല പാരീഷസ് ഉണ്ട്, ഇടപള്ളികളുണ്ട്. അന്ന് പോപ്പ് ഫ്രാൻസിസ് കാർഡിനലായിരുന്നു. അപ്പോൾ ഞാൻ കാർഡിനെ കാണാൻ പോയി. ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പം പോപ്പ് ഫ്രാൻസിസ് ഇങ്ങനെ ഒരു വാതിൽ കൂടെ കടന്നു വന്നിട്ട്, എനിക്കൊരു വലിയ ചെയറുണ്ടായിരുന്നു. പോപ്പ് ഫ്രാൻസിസ് എന്ന ഒരു ചെറിയ ചെയർ വന്നിരുന്ന് ഇവിടെ അടുത്ത് വന്നിട്ട് ഒരു സ്പിരിച്വൽ ഡയറക്ടറിനെ പോലെ സംസാരിക്കും, വളരെ സോഫ്റ്റ് വോയിസിൽ സംസാരിച്ചു. അത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ കൂടെ വന്ന് കാറിൻ്റെ അടുത്ത് വരെ വന്ന് കയറ്റി വിട്ടു കാറിൽ. അപ്പം തന്നെ ഞാൻ ഓർത്ത് ഇത് സാറിന് കാർഡിനൽസ് ചെയ്യുന്നൊരു കാര്യമല്ലേ, ഒരു എക്സെപ്ഷണൽ ആണല്ലോ. കഴിഞ്ഞിട്ടാണ് പോപ്പായിരുന്നത്. പോപ്പായിട്ട് ഞാനൊരു 4-5 തവണ പോപ്പിനെ കണ്ടു. കഴിഞ്ഞ ചാപ്റ്ററിന് ഇങ്ങനെ അടുത്തിരുന്ന് ഫോട്ടോ എടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മാർപ്പാമാരും വലിയ മനുഷ്യരാണ്. നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ കാര്യമാണ്. ഈ പോപ്പ് ഫ്രാൻസിസിനെ ഞാൻ കാണുന്നത്, പോപ്പ് ഫ്രാൻസിസിൽ ഈ സുവിശേഷത്തിൽ കാണുന്ന യേശു ക്രിസ്തുവിനെ പോലെ ഒരു മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നടന്ന് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് കഷ്ടപ്പെടുന്ന നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന യേശു ക്രിസ്തുവിനെ പോലെയാണ് പോപ്പ് ഫ്രാൻസിന്. അതുകൊണ്ട് പോപ്പ് ഫ്രാൻസ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഇൻസ്പിറേഷനാണ്. പോപ്പ് ഫ്രാൻസ് പറഞ്ഞ ഒരു കാര്യമാണ്, ഐ ആം എ മിഷൻ.
ഞാനൊരു മിഷനാണ്, എൻ്റെ ജീവിതം ഒരു മിഷനാണ്. അതുകൊണ്ട് ഞങ്ങൾ പള്ളോട്ടനായിട്ട് ടുഗദർ വി ആർ എ മിഷൻ ഒരു വെബ്സൈറ്റ് തുടങ്ങി, ബുള്ളറ്റിൻ തുടങ്ങി. അതിൻ്റെ ഒരു മോട്ടോ ഇതാണ്, മേക്ക് എ ചൈൽഡ് സ്മൈൽ അഗെയിൻ. യങ് പീപ്പിൾ, ചെറുപ്പക്കാരെ ഫേസ് ചെയ്യുക. അങ്ങനെ ഒരു 10-20 ദിവസം കൊണ്ട് 28,000 പേരെ യൂത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. ഒരു നല്ല കാര്യമാണ് തോന്നിയ. വി ആർ എ മിഷൻ എല്ലാ ദൈവാനുഗ്രഹം തുടർന്നുണ്ടാകും, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ചോദ്യം അച്ഛൻ ഇതാണ്, അതായത് അച്ഛനിപ്പോൾ ഇത്രയും ഒരു ഉന്നതമായ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, പുതിയൊരു മിഷൻ തുടങ്ങുക. അപ്പോൾ ന്യൂ ഇവാഞ്ചലൈസേഷൻ്റെ ഒരു കാലഘട്ടമാണ് എപ്പോഴും, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ അച്ഛന് ഒരു മനസ്സിലൊരു ശക്തമായ ഒരു മിഷനെ കുറിച്ചൊരു ഡ്രീം വന്നാൽ എങ്ങനെയാണ് അച്ഛൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. പലപ്പോഴും എല്ലാവരും ഒരു കാര്യം, ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് നിർത്താനുള്ള കാരണങ്ങൾ നോക്കുകയാണ്, ചുരുക്കം പേരാണ് അത് നടത്താനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ സ്പെഷ്യൽ ഡിവോഷൻ ആയിരിക്കാം, പ്രാർത്ഥനാ രീതികളായിരിക്കാം, വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടായിരിക്കാം. എങ്ങനെയാണ് അച്ഛൻ ഈ മിഷൻസ് അത് ആ മാംസം ധരിക്കാനായിട്ട് എങ്ങനെയാണ് അതിന് സാധിക്കുന്നത്? എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പല മിഷൻസ് പുറത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് എന്താണ് മിഷൻ? ഇപ്പം എനിക്ക് തോന്നുന്നത് മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വെബ്സൈറ്റ് പറഞ്ഞ പോലെ ബി ഹോളി, ബി സെയിൻറ്റ്. അപ്പോൾ ഈ നമ്മുടെ പോപ്പ് ഫ്രാൻസിസിൻ്റെ പുതിയ അപ്പസ്തോലിക് എക്സോർട്ടേഷൻ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്, നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു പോയൊരു തുടങ്ങുന്നത് മാത്രമല്ല, നമ്മൾ വിശുദ്ധരായി ജീവിക്കുന്നുള്ള ഒരു വലിയ മിഷനാണ് ക്രിസ്ത്യൻസ്. നമ്മൾ ഈ ലോകത്ത് നന്നായിട്ട് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ദൈവം ഈ ലോകത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും അവരുടെ സ്റ്റേറ്റ് ഓഫ് ലൈഫ്, ഒരു അമ്മയാണെങ്കിൽ ഒരു അമ്മയായിട്ടും, അച്ഛനാണെങ്കിൽ അച്ഛനായിട്ടും, ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചറായിട്ട് ആ സ്റ്റേറ്റിൽ വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നത് അതൊരു വലിയ കാര്യം. അതാണ് ഞങ്ങളുടെ സ്ഥാപനം പറഞ്ഞ. പിന്നെ മിഷൻ അഡ്ജൻഡസ്, പുറത്ത് പോയി തുടങ്ങുന്നത്. ഞാനിപ്പം പല മിഷൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ തന്നെയല്ല കേട്ടോ, സഭ. വിയറ്റ്നാം, പെറു, ബുർക്കിന ഫാസോ, റഷ്യ, കസാക്കിസ്ഥാൻ, വെനസ്വേല, ഇങ്ങനെയുള്ള ഒത്തിരി മിഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മിഷൻ തുടങ്ങുന്നപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ സാധാരണ ഒരു ബിഷപ്പ് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 5 വർഷം മുമ്പ് ഈ സിനഡിൻ സമയത്ത് ഒരു ആർച്ച് ബിഷപ്പ് ഇവിടെ വന്നിട്ട് ഞാൻ ആർച്ച് ബിഷപ്പ് ഞങ്ങളുടെ പള്ളോട്ട് സ്ഥാപകൻ്റെ റൂമിൽ കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്നപ്പോൾ ആർച്ച് ബിഷപ്പ് പെട്ടെന്ന് നിലത്ത് മുട്ടുകുത്തി നിന്നിട്ട് കൈവിരിച്ചുകൊണ്ട് പറഞ്ഞു, സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി, നിങ്ങളുടെ മക്കളെ എൻ്റെ ഡയസിസ് വിടുക, ഞങ്ങൾക്ക് വളരെ ആവശ്യമുണ്ട്, പ്ലീസ് സെൻഡ്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, ഒരു ആർച്ച് ബിഷപ്പ് നിലത്ത് മുട്ടുകുത്തി എന്നിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ അന്നോട്ട് ഞാൻ ചിന്തിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെറുവിൽ. അപ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു, 3400 മീറ്റേഴ്സ് പൊക്കമുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് വേ ഒക്കെയാണ്. അപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു അമേരിക്കൻ പ്രൊവിൻസിനോട് ചോദിച്ചു. അവർ സമയമെടുത്ത് പ്രാർത്ഥിച്ചു, തീരുമാനിച്ചു. പക്ഷെ അവർക്ക് ആളില്ല. പിന്നെ ഞാൻ ബ്രസീലിയൻ പ്രൊവിൻസിനോട് ചോദിച്ചു. അങ്ങനെ ബ്രസീലിൽ നിന്ന് അച്ഛന്മാർ പോയി. പിന്നെ ഇന്ത്യൻസ്, നമ്മുടെ ബിലാസ്പൂർ ഞങ്ങൾക്കൊരു പുതിയ കോൺഗ്രിഗേഷൻ ഉണ്ട്, സെനക്കൽ സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്. അങ്ങനെ 4 സിസ്റ്റേഴ്സും പോയി. ഇപ്പം ലീമാർ ഒരു പുതിയ പാരിഷ് എടുത്തു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ഒരു പ്രോജക്റ്റാണെങ്കിൽ അത് ജയിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു രാജ്യം കോൺകർ ചെയ്യണോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിന് അർത്ഥമില്ല. സുവിശേഷം പ്രചരിപ്പിക്കാനും ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി നന്മ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള നല്ല ഉദ്ദേശത്തോടെ പോവുകയാണെങ്കിൽ ഡിവൈൻ പ്രൊവിഡൻസിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് ജയിക്കും, അല്ലെങ്കിൽ ജയിക്കണമെന്നില്ല.
അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഇങ്ങനെയുള്ള കാര്യം ഏറ്റെടുക്കാറുണ്ട്. അതിന് ഒത്തിരി പണിയുണ്ട്, പണം വേണം, ആൾ വേണം. പക്ഷേ ദൈവത്തിൻ്റെ പ്രോജക്റ്റാണ് ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്തൊരു വളരെ പേഴ്സണൽ ക്വസ്റ്റ്യനാണ് അച്ഛനോട് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അച്ഛൻ ഈ അടുത്ത നാളുകളിൽ മലയാളം ഒട്ടും സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അച്ഛൻ കൂടുതൽ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻ ഡയറക്ടർ ജനറൽ ആയതുകൊണ്ട് ഇറ്റാലിയനും ഇംഗ്ലീഷും ആയിരിക്കും കൂടുതലല്ലേ, ആണോ കൂടുതൽ ഉപേക്ഷിക്കുന്നത്? അതുകൊണ്ട് മലയാളം സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് 7 ഭാഷകളാണ് ഒഫീഷ്യലായിട്ടുള്ളത്. ഇവിടെ കൂടുതൽ ഇംഗ്ലീഷ്, ഇറ്റാലിയൻ പറയുന്നു. ഇപ്പം നമ്മൾ സാധാരണ മലയാളം പറയുന്നില്ല. ഇവിടെ ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ 38 പേരുണ്ടെങ്കിൽ 10-12 രാജ്യക്കാരാണ്. അതുകൊണ്ട് മലയാളം പറയാത്തതുകൊണ്ട് നമുക്ക് ഒരു നല്ല ഭാഷയില്ല. പിന്നെ 1972 തൊട്ട് ഞാൻ കേരളത്തിന് പുറത്താണ്. ഇപ്പം നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കുർബാനയൊക്കെ ചെല്ലുന്ന അങ്ങനെയുള്ള പരിചയം അതിൻ്റെ കുറവുണ്ട്. പിന്നെ അച്ഛൻ്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. താങ്ക് യു. എനിക്ക് തോന്നുന്നു അച്ഛാ, ഇനി ശാലോം TV പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ ഒരുപാട് വളരെ ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ വിശുദ്ധിയെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഇപ്പം ദാവീദ് രാജാവ് ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയനായിരുന്നെങ്കിലും അവൻ്റെ ഉള്ളിൽ നടന്ന ഒരു യുദ്ധത്തിൽ അവൻ തോറ്റുപോയി, അല്ലേ? ശരിക്കും നിരന്തരം നമ്മുടെ മനസ്സിൽ നടക്കുന്ന പല യുദ്ധങ്ങളെയും തോൽപ്പിച്ച് കീഴടക്കി, അല്ലേ? ആത്മസംയമനത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് മിഷൻ എന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശാലോം TV പ്രേക്ഷകർ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വിശുദ്ധിയോടെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് വിൻസെൻ്റ് പള്ളോട്ടി എന്ന വിശുദ്ധൻ്റെ പ്രത്യേക ഒരു ശ്രദ്ധ അൽമായ ശുശ്രൂഷ പ്രേക്ഷിതത്വത്തെക്കുറിച്ചായിരുന്നു. പ്രത്യേകിച്ച് ശാലോം TV കൂടുതൽ അൽമായ ശുശ്രൂഷകരുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. പ്രത്യേകം അതും ഒരു ദൈവാനുഗ്രഹപ്രദമായിട്ടെന്ന് പ്രാർത്ഥിക്കാം. അച്ഛന് ഫൈനലായിട്ട് എന്തൊരു മെസ്സേജാണ് ശാലോം TV പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളതെന്ന് പറയും? ശാലോം TVക്കും ശാലോം TV പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹ ആശംസകൾ, എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈ ടെലിവിഷൻ ചാനൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ചാനൽസ് വളരെ വളരെ ആവശ്യമാണ്. നമ്മൾ കേരളത്തെപ്പറ്റിയോ അല്ലെ കേരളീയരെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ ദൃഢമായ വിശ്വാസം, നമ്മുടെ കുടുംബങ്ങൾ, കുടുംബ പ്രാർത്ഥന, മിഷണറി സീൽ, മിഷനായുള്ള ആ സീൽ, ഇതെല്ലാം വളരെ ആവശ്യമാണ്. പിന്നെ കേരളം മാത്രമല്ല, ലോകത്തിലെവിടെയാണെങ്കിലും നമ്മൾ ഇഫ് യു ആർ ഫീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്, വി വോക്ക് ബൈ ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തോടെ ജീവിക്കുകയും വർക്ക് ചെയ്ത പല പ്രശ്നങ്ങളും ഉണ്ടായല്ല. വേൾഡിനെസ് അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ഒരു ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥമില്ല. പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുക, അതാണ് എൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷന്. അതുകൊണ്ട് എല്ലാ വിധത്തിലും ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയ സംവാദം എന്ന ശാലോം TVയുടെ ഈ പ്രോഗ്രാമിൽ ഹൃദയം തുറന്ന് അച്ഛൻ ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.